ഇന്ത്യൻ ദേശീയതയെപ്പറ്റി പഠിക്കുകയും പഠിപ്പിക്കുകയെല്ലാം ചെയ്യുമ്പോൾ ഇന്ത്യൻ ദേശീയതയെ പല ചരിത്രകാരന്മാരും കാർഷിക തൊഴിലാളി വർഗങ്ങളുടെ ആശയവുമായി ബന്ധപ്പെടുത്തുന്ന പല പഠനങ്ങളും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ പഠനങ്ങളെല്ലാം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും എൻ്റെ മനസ്സിലുയർന്ന ഒരു ചോദ്യം, എൻ്റെ മനസ്സിൽ മാത്രമല്ല ചരിത്രകാരന്മാരുടെ മനസ്സിൽ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യം, ഈ ദേശീയത എന്ന് പറയുന്ന ആശയം ഇന്ത്യ പോലുള്ളൊരു വലിയ രാജ്യത്തിൽ എങ്ങനെയാണ് പ്രചരിപ്പിക്കപ്പെട്ടത്? രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല. ഇപ്പോൾ ഗാന്ധിജി ഏറ്റവും വലിയ ബിംബമായിട്ട് പ്രകാശഗോപുരമായിട്ട് നിൽക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആശയം എങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു? സാമൂഹ്യ പരിഷ്കരണം, ലിംഗസമത്വം, ഇതെല്ലാം ഗാന്ധിജിയുടെ ആശയമായിരുന്നു. ദരിദ്രരുടെ മോചനം, ഈ ആശയങ്ങളെല്ലാം സമൂഹത്തിൽ വ്യാപിക്കണമെങ്കിൽ അതിൻ്റെ മീഡിയ എന്താണ്? അത് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് പണ്ട് കാലത്ത് പുരാണങ്ങളിലൂടെയും മറ്റും സത്യം വധ ധർമ്മം ചര തുടങ്ങിയിട്ട് ആശയങ്ങളെങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു. ആ പുരാണങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ആശയങ്ങൾ ഏകപത്നിവ്രതം, രാമായണത്തിലെ ഏകപത്നിവ്രതം, സത്യം വധ ധർമ്മം ചര, ഈ ആശയങ്ങളെല്ലാം പ്രചരിപ്പിക്കാൻ അവരുടെ മുമ്പിലൊരു മീഡിയ ഉണ്ടായിരുന്നു. ആ മീഡിയയാണ് പുരാണങ്ങൾ. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും 19-20 നൂറ്റാണ്ടുകളിലാണ് ദേശീയത അന്താരാഷ്ട്ര തലത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. ജർമ്മൻ ജനത 1880-കളിൽ ബിസ്മാർക്കിൻ്റെ കാലത്താണ് ഒരു ദേശീയ രാഷ്ട്രമായിട്ട് വളർന്നു വരുന്നത്. അപ്പോൾ അതിനു മുമ്പേ തന്നെ ഇന്ത്യ ഒരു ദേശീയ രാഷ്ട്രമായിരുന്നു നമുക്ക് പറയാൻ കഴിയില്ല. ആധുനികതയുടെ സൃഷ്ടിയാണ് ദേശീയത. അതൊരു വികാരപരമായിട്ടുള്ള പശ്ചാത്തലമാണ്. ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധം പോലെ അതിലെവിടെയോ ഒരു വികാരമുണ്ട്. ഞാൻ ദുബായിലൊരു സെമിനാർ നടത്തുമ്പോൾ ഒരു പെൺകുട്ടികൾ മാത്രമുള്ളൊരു ക്ലാസ്സിലെ സെമിനാറിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 50-ാം വർഷത്തിൽ അവിടെ പോയപ്പോൾ ഞാൻ ഈ കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന രാജ്യം ഏതാണ്? അപ്പോൾ അവരെല്ലാം ഒരൊറ്റ ഉത്തരം, ഇന്ത്യയാണ് ഞങ്ങളുടെ രാജ്യം, അതാണ് ഞങ്ങളുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ തെറ്റല്ലേ ചെയ്യുന്നത്? ദുബായിൻ്റെ പണവും അവരുടെ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വേറൊരാളാണ് സ്നേഹിക്കുന്നത്. ഞങ്ങളെ പെറ്റമ്മ ഇന്ത്യയാണ്, പോറ്റമ്മയാണ് ദുബായ് എന്ന കുട്ടികൾ പറഞ്ഞത്. ആ ആശയം തന്നെയാണ് ദേശീയതയുടെ ആശയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വൈകാരിക വശമുണ്ട്. എൻ്റെ രാഷ്ട്രം, എൻ്റെ രാജ്യം, എൻ്റെ ഭാഷ, എൻ്റെ സംസ്കാരം, എൻ്റെ ഭക്ഷണ രീതി, എൻ്റെ വസ്ത്രം, ഇതെല്ലാമാണ് ദേശീയതയുടെ ആശയമായിട്ട് ഹൻസ് കോഹൻ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രഖ്യാത പണ്ഡിതന്മാർ പറയുന്ന ആശയമാണതെല്ലാം. അങ്ങനെ ദേശീയതയെപ്പറ്റി അന്താരാഷ്ട്ര തലത്തിലും ചർച്ചകളിലും എല്ലാം തന്നെ ധാരാളം പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കേരളത്തിൽ ഈ ദേശീയത എങ്ങനെ വളർന്നു, ഇന്ത്യയിൽ എങ്ങനെ വളർന്നു വന്നു? അപ്പോൾ ഈ ഹിന്ദി സാഹിത്യം വായിക്കുകയും പഠിക്കുകയും ചെയ്ത അവസരത്തിൽ എനിക്ക് തോന്നിയത് ഇന്ത്യയിൽ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയും അതുപോലെ തന്നെ ദേശീയതയുടെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ എല്ലാം വലിയൊരു പ്രചാരകനായിരുന്നു ധനപതി റായ് എന്ന് പറയുന്ന പ്രേംചന്ദ് എന്ന് പറയുന്ന വിഖ്യാത നോവലിസ്റ്റ്. അദ്ദേഹത്തിലെ ഗോദാൻ പോലുള്ള ഗ്രന്ഥങ്ങൾ, നിർമ്മല പോലുള്ള ഗ്രന്ഥങ്ങൾ, സേവാസദൻ പോലുള്ള, ശംഖനാഥ് പോലുള്ള ഇതിലെല്ലാം തന്നെ നമ്മൾ ഒരു പുതിയ സാഹിത്യം, അതുവരെ ഇന്ത്യൻ സാഹിത്യം വളർന്നു വന്നത് പശ്ചാത്തലം നമുക്കറിയാം. രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും കഥകൾ ചർവിതചർവണമായിട്ട് ഓരോ ഘട്ടത്തിലും വളർന്നുകൊണ്ടാണ് കൃഷ്ണഭക്തിയും രാമഭക്തിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സാഹിത്യം വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ ഒരുപക്ഷെ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ 1850-കളിൽ തന്നെ അത്തരമൊരാശയം ഇന്ത്യൻ സാഹിത്യത്തിൽ വളർന്നു വരികയുണ്ടായി. ഏറ്റവും പ്രധാനമായിട്ട് ബംഗാളിലൊരു നവോത്ഥാനം വരികയും ആ നവോത്ഥാനം ഇന്ത്യയിലെങ്ങും വ്യാപിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരുപടി ചരിത്രകാരന്മാരുണ്ട്. ബംഗാളിലെ നവോത്ഥാനം എങ്ങനെ വന്നു? ബംഗാളിലെ നവോത്ഥാനം വന്നതിൻ്റെ ഒരു കാരണം കൽക്കത്ത എന്ന് പറയുന്ന പട്ടണം ആദ്യമായി യൂറോപ്യന്മാരുടെ ഒരു കേന്ദ്രമായിട്ടുള്ള പട്ടണത്തിൽ നിന്ന് ആശയങ്ങൾ
ഇംഗ്ലീഷ് ഭാഷ, അവരുടെ നോവൽ സാഹിത്യം, ചെറുകഥാ സാഹിത്യം ഇതെല്ലാം വ്യാപിക്കുകയാണ് ബംഗാളിലേക്കും. അതായത് ഭദ്രാലോക എന്ന് പറയുന്ന ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഈ ആശയങ്ങളെല്ലാം വളർന്നു വരുമ്പോൾ നമുക്കവിടെ പിന്നീട് കാണാം രാജാറാം മോഹൻ റോയിയുടെ പ്രസ്ഥാനം, സ്വാമി വിവേകാനന്ദൻ, രാമകൃഷ്ണ പരമഹംസരെ നയിക്കുന്ന പ്രസ്ഥാനം, അങ്ങനെയുള്ള അനേകം പ്രസ്ഥാനങ്ങൾ, ബ്രഹ്മസമാജം, ഇതുപോലുള്ള ആശയങ്ങൾ വളർന്നു വരുന്നു. അത് നവോത്ഥാന പ്രസ്ഥാനമായി എന്നെല്ലാം പറയുന്നത് കാണാം. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനമായ ഒരു നാടകം നീലദർപ്പൺ എന്ന് പറയുന്ന ഒരു നാടകം 1850 ദീനേന്ദു മിത്ര എന്ന് പറയുന്ന ഒരു നാടകകൃത്ത് എഴുതിയ നാടകമാണ്. ആ ദീനേന്ദു മിത്ര എഴുതിയ നാടകത്തിൻ്റെ പ്രത്യേകത, അത് മലയാളത്തിലും വന്നിട്ടുണ്ട്. അദ്ദേഹം നീലൻ കൃഷിക്കാരെ പറ്റിയിട്ട്, അതായത് നീലൻ കൃഷിക്കാർക്ക് തീൽഗാത്തിയ എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതായത് നിങ്ങൾക്ക് ഭൂമി കൃഷി ചെയ്യാൻ കിട്ടണമെങ്കിൽ നിങ്ങൾ 1/3 ഭാഗം നീലം കൃഷി ചെയ്യണം, 2 ഭാഗം നിങ്ങൾക്ക് ഗോതമ്പ് നെല്ലും കൃഷി ചെയ്യാൻ പാടുള്ളൂ, 1 ഭാഗം നീലം കൃഷി ചെയ്യണം. നീലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മുണ്ടെല്ലാം മുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച നീലക്കട്ട, ആ നീലക്കട്ട കൃഷി ചെയ്യണം. അതിൻ്റെ വില നിശ്ചയിക്കൽ ഇന്ത്യൻ മാർക്കറ്റല്ല, യൂറോപ്യൻ മാർക്കറ്റാണ്. അപ്പോൾ ആ നീലം കൃഷിയെ അടിസ്ഥാനമാക്കിയിട്ട് കർഷകൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ പറ്റിയിട്ട് ഒരു നാടകം ഇദ്ദേഹം അഭിനയിക്കുകയാണ്. ആ നാടകം അഭിനയിച്ച് അതിലെ തോട്ടമുടമയുടെ നേരെ ചെരുപ്പ് കാണികൾ എറിഞ്ഞു. അപ്പോൾ അവർ നല്ലൊരു ആസ്വാദകന്മാരായിട്ടുണ്ടല്ല, കണ്ടപ്പോൾ ചെരുപ്പ് വലിച്ചെറിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ നീലദർപ്പണം എന്ന് പറയുന്ന നാടകം പിന്നെ ജെയിംസ് ലോങ് എന്ന് പറയുന്ന ഒരു ഫാദർ, പള്ളിയിലച്ഛൻ, അയാളെ പണം ചെലവാക്കിയിട്ട് 200 കോപ്പി അച്ചടിക്കും. 200 കോപ്പി അച്ചടിച്ചിട്ട് അദ്ദേഹം ലണ്ടനിലെ പാർലമെൻറ്റ് അംഗങ്ങൾക്കെല്ലാം സൗജന്യമായിട്ട് കൊടുത്തു. ഇദ്ദേഹത്തിനെതിരായിട്ട് ഫാദർ ജെയിംസ് ലോങ്ങിനെതിരായിട്ട് കേസ് നടത്തി ഈ പാവപ്പെട്ട ഫാദറെ പിടിച്ച് 6 മാസം ജയിലിലിട്ടു ബ്രിട്ടീഷുകാർ. അപ്പോൾ അത്രയും വലിയ പ്ലാന്റേഷൻ ലോബിയാണ് ബംഗാളിലന്ന് നിലവുണ്ടായിരുന്നത്. അപ്പോൾ ബംഗാളിലെ ഗവർണറെല്ലാം നദികളിലൂടെ ഇത് യാത്ര ചെയ്യുന്ന അവസരത്തിൽ 2 കരകളിലും ഇവരുടെ കർഷകർ ചുറ്റും കരകളിൽ ഇദ്ദേഹത്തിന് പ്രതിഷേധമായിട്ട് നിലനിന്നു. അങ്ങനെ ബംഗാളിലെ നവോത്ഥാനത്തിൽ, അവിടുത്തെ സാഹിത്യത്തിൻ്റെ നവോത്ഥാനത്തിൽ നീലേന്ദു മിത്ര ഈ നാടകം വലിയൊരു തീപ്പൊരിയായിട്ട് മാറുകയാണ്. അത് ഇന്ത്യൻ സമൂഹത്തിലേക്കെങ്ങും വ്യാപിക്കുകയാണ്. അപ്പോൾ തോട്ടം ഉടമകളോടുള്ള ഈ ഒരു വിദ്വേഷം നമുക്ക് മുൽക്ക് ആനന്ദിൻ്റെ പുസ്തകത്തിലും കിഷൻ ചന്ദ്രയുടെ ഭൂമിക്ക് വേണ്ടി ഇതിലെല്ലാം തന്നെ ഇന്ത്യൻ സാഹിത്യത്തിലേക്ക് മുഴുവൻ ഗാന്ധിജി എന്തെല്ലാം ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടുപോകുമോ ആ ആശയങ്ങൾ മുഴുവൻ നോവൽ സാഹിത്യത്തിലൂടെ, ചെറുകഥയിലൂടെ, നാടകങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ ഒരു പുതിയ സാഹിത്യം രാമായണത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു സാഹിത്യം വളർന്നു വന്നപ്പോഴേ ഇന്ത്യ മുഴുവൻ ദേശീയത എന്നൊരാശയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു ദേശീയത എന്നുള്ള ആശയം കേരളത്തിലെങ്ങനെ വ്യാപിച്ചു, മലയാള ഭാഷയിൽ എങ്ങനെ വ്യാപിച്ചു എന്നുള്ള ഒരു തിരിഞ്ഞ നോട്ടമാണ് എൻ്റെ ഈ 1999 വന്ന ഈ ഒരു പുസ്തകം, നാഷണലിസം ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ മലയാളം ലിറ്ററേച്ചർ. 2004 ഇതിൻ്റെ മലയാള വിവർത്തനം, ദേശീയതയും സാമൂഹ്യ പരിഷ്കരണവും മലയാള സാഹിത്യം എന്ന് പറയുന്ന ഇതേ പുസ്തകത്തിൻ്റെ തർജ്ജമ വിവർത്തനം തന്നെ ഞങ്ങൾ ചെയ്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 2 പുസ്തകങ്ങളിലും അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, എന്താണ് ദേശീയത, ഇന്ത്യൻ ദേശീയതയുടെ ബംഗാളിലെ പശ്ചാത്തലമെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സാഹിത്യകാരന്മാർ അതെങ്ങനെ ഉപയോഗപ്പെടുത്തി. അപ്പോൾ പ്രോഗ്രസീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു മോമെൻ്റ് തന്നെ, പുരോഗമന സാഹിത്യം, റിയലിസ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന റിയലിസം, അത് പിന്നെ പുരോഗമന സാഹിത്യമായിട്ട് ഇന്നും കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സാഹിത്യത്തിൻ്റെ വളർച്ചയിൽ മലയാളത്തിൽ എങ്ങനെയെല്ലാം ദേശീയത വളർന്നു വന്നു, കേരളത്തിലെ ഈ പ്രക്രിയ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു പരിശോധനയാണ് ഞാൻ എൻ്റെ ചെറിയ പുസ്തകത്തിൽ നടത്തുന്നത്. അതിൽ കൊളോണിയൽ സമൂഹം, ഇപ്പം മലയാളത്തിൽ അങ്ങനെ വന്ന
ആദ്യത്തെ ഒരു നോവൽ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലാണ്. അതിൽ ദേശീയതയെപ്പറ്റിയും മാധവനും ഇന്ദുലേഖയെല്ലാം ഉള്ള സംഭാഷണങ്ങളെല്ലാം കാണാം. പക്ഷേ അതോടൊപ്പം തന്നെ ദേശീയതയുടെ ആശയങ്ങൾ ഇവിടുത്തെ നോവൽ സാഹിത്യത്തിൽ വന്നു. ഇപ്പോൾ ഈ കർഷക സമരങ്ങളെല്ലാം നടക്കുമ്പോൾ തൊഴിലാളികളെപ്പറ്റി കർഷകന്മാരെ പറ്റിയുള്ള നോവലുകൾ ഒരുപാട് വന്നു. തോട്ടി എന്ന് പറയുന്ന നാഗവള്ളിയുടെ പുസ്തകം, തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന പുസ്തകം, രണ്ടിടങ്ങഴി എന്ന് പറയുന്ന പുസ്തകം, ഇങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം മലയാളത്തിലുണ്ടായിക്കൊണ്ട് നോവൽ സാഹിത്യം, അതുപോലെ ചെറുകഥാ സാഹിത്യം എന്ന് പറഞ്ഞാൽ ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ, അതുപോലെ തന്നെ പൊൻകുന്നം വർക്കി, ഇങ്ങനെ അനേക ചെറുകഥാകൃത്തുക്കൾ വളർന്നു വന്നുകൊണ്ട് അവരെല്ലാം തന്നെ ദേശീയതയുടെ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ വ്യാപിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നോവൽ, കവിതകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വള്ളത്തോളിൻ്റെ വന്ദിപ്പിൻ മാതാവിൽ നിന്നുള്ള കവിത മുതൽ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയെപ്പറ്റി എഴുതിയ കവിത പോലെ കുട്ടവത്തമ്മാവൻ്റെ കവിതകൾ, ഇതെല്ലാം തന്നെ ദേശീയതയുടെ ചക്രം കയ്യിലേന്തിയ വിഷ്ണുവാണ് മഹാത്മാഗാന്ധി എന്ന കുട്ടമത്ത് കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദേശീയതയുടെ നേതാക്കളെ മുഴുവൻ ദൈവത്തിൻ്റെ അവതാരം പോലെയുള്ള ശ്രേഷ്ഠ പുരുഷന്മാരായി വളർത്തിക്കൊണ്ട് ദേശീയബോധം വളർത്തിയെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നാടകങ്ങളിൽ കേരളത്തിലെ പാട്ടബാക്കി കേദാമോദരൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ അതൊരു നാടകം എന്നുള്ള നിലയിൽ നല്ലൊരു നാടകമൊന്നുമല്ല. പക്ഷേ അതിൽ രണ്ട് വർഗങ്ങളാണ്, ഒന്ന് തൊഴിലാളി വർഗങ്ങൾ, ഒന്ന് മുതലാളി വർഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഈ വർഗം നഷ്ടപ്പെടണം എന്ന് പറയുന്ന വർഗബോധം നഷ്ടപ്പെട്ടുകൊണ്ട് പുതിയ വർഗങ്ങൾ ഉണ്ടാവണം എന്നുള്ള ആ ഒരു ആശയം, അതുപോലുള്ള അനേകം നാടകങ്ങൾ, ഈ പാട്ടബാക്കി പോലുള്ള ആ നാടകങ്ങൾ വളർത്തിയെടുത്ത, പിന്നീട് ഇതിൻ്റെ തുടർച്ച നമുക്ക് ഇന്ത്യൻ തിയേറ്റർക്ക് ലിപ്ത എന്ന് പറയുന്ന നാടക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ തന്നെ നമുക്കറിയാം KT മുഹമ്മദിനെ പോലുള്ളവർ എഴുതിയ നാടകങ്ങൾ, പിന്നെ KPAC പോലുള്ള നാടകങ്ങൾ, കടൽപ്പാല്, ഇങ്ങനെ അനേകം നാടകങ്ങൾ വരികയും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇതിൻ്റെ ട്രെൻഡ് തുടരുകയുണ്ടായി. അപ്പോൾ ഞാനിതിൽ പ്രധാനമായിട്ടും ദേശീയത 47 വരെ വളർത്തിയെടുത്ത നോവൽ സാഹിത്യത്താണ്, ചെറുകഥാ സാഹിത്യം എന്താണ്, നാടക സാഹിത്യം എന്താണ്, അതുപോലെ ഫോക്ലോർ എന്താണ്. ഫോക്ലോർ വളരെ പ്രധാനമാണ്. ഞാൻ കേരളീയനെ പറ്റി സംസാരിക്കുമ്പോൾ നാടൻ പാട്ടുകൾ, നാട്ടിപ്പാട്ടുകൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടൊരു വർഗബോധം, ഞങ്ങൾ ചേറ്റിൽ പണിയെടുക്കുന്നു, ഞങ്ങൾ സൂര്യൻ്റെ കീഴിൽ വെയിൽ കൊണ്ട് പണിയെടുക്കുന്നു, നിങ്ങൾ കൊട്ടാരത്തിൽ സൂഹിക്കുന്നു, ഞങ്ങൾക്ക് പച്ചവെള്ളമാണ്, നിങ്ങൾക്ക് വൈനാണ് എന്ന് പറയുന്ന ആ വർഗബോധം, ഇത് തന്നെയാണ് ടെക്നിക്കായിട്ട് 1200കളിൽ ബ്രിട്ടനിലും മറ്റും വർഗബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പ്രവർത്തനങ്ങളെന്ന് തോന്നുകയാണ്. അപ്പോൾ ചെറുകഥ ഇതെല്ലാം കഴിയുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ ലേഖനങ്ങൾ, ആ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയതിൽ നമുക്കറിയാം EMSനെ പോലുള്ളവർ എഴുതിയ രാഷ്ട്രീയ ലേഖനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ഒരു പുതിയ പ്രസ്ഥാനത്തിൻ്റെ ആ രാഷ്ട്രീയ ലേഖനങ്ങളെല്ലാം ചുവട് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ എഴുതുകയുണ്ടായി. ഫോക്ലോർ മെറ്റീരിയൽ, രാഷ്ട്രീയ ലേഖനങ്ങൾ, പുതിയ ഗദ്യശൈലി, ഇതെല്ലാം വളർന്നുകൊണ്ട് മലയാള സാഹിത്യം ഒരു പുതുമയിലേക്ക് മാത്രമല്ല, ഞാൻ പണ്ട് കണ്ണൻ നായരുടെ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ പാവങ്ങളെപ്പോലുള്ള നോവലുകൾ, ഇതെല്ലാം വന്നപ്പോൾ എന്താണ് ദാരിദ്ര്യം, അതിനെ എങ്ങനെ പ്രതികരിക്കാം, എന്താണ് വിദ്യാഭ്യാസം, ഇതിനെ എങ്ങനെ വളർത്തിയെടുക്കാം, ഇങ്ങനെയെല്ലാമുള്ള പുതിയ ആശയങ്ങൾ വളർന്നുകൊണ്ട് അത് മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചയിലേക്ക് കൂടി പിന്നീട് വളർന്നു വന്നു. അത് എൻ്റെ ഗവേഷണ വിഷയമല്ല, കാരണം അത് മലയാള സാഹിത്യകാരന്മാർ ചെയ്യേണ്ടതാണ്. ഞാൻ ചെയ്തത് ദേശീയത എന്ന് പറയുന്ന ആശയം എങ്ങനെ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു, അതിൽ സാഹിത്യത്തിൻ്റെ ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ പങ്കെന്താണ്, മലയാള സാഹിത്യത്തിൻ്റെ പങ്കെന്താണ്, മലയാള സാഹിത്യകാരന്മാർ, ചെറുകഥാകൃത്തുക്കളും കവികളും ഇവരെല്ലാം വഹിച്ച പങ്കെന്താണ് എന്ന ഒരു തിരിഞ്ഞു നോട്ടാണ്. ഇപ്പോൾ ഈ പറയുകയാണെങ്കിൽ ഇതുപോലുള്ള പഠനം ഇന്ത്യൻ ഭാഷകളിൽ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഗുജറാത്തിൽ നിന്ന് ഒരു ലേഖകൻ എന്നെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പുസ്തകം മാത്രമേ എനിക്കൊരു മാതൃകയായി കാണുവാൻ കഴിഞ്ഞു എന്നതാണ്. ഈ പുസ്തകത്തിൻ്റെ ഹിന്ദിയിലൊരു വിവർത്തനം അലഹബാദിൽ 1990കളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുകൂടി ഞാൻ പറയട്ടെ. അപ്പോൾ ഇനി വരുന്ന ഗവേഷണ തലമുറകൾക്ക് ഉള്ള
ഒരു മെസ്സേജ് കൂടി ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളുകയാണ്. ഓക്കെ, ഇപ്പം നാടകങ്ങളെ പറ്റിയെല്ലാം പറയുന്നതിന് ഒപ്പം തന്നെ സാഹിത്യകൃതികളെ പറ്റി പറയുന്നതോടൊപ്പം നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ദേശീയതയുടെ ബോധം പ്രചരിപ്പിക്കുന്നതിൽ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ, വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെ, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഇങ്ങനെയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നാരായണ ഗുരു ചെയ്ത ആ ഒരു സേവനം, അദ്ദേഹം ചെയ്ത ആ ശിവപ്രതിഷ്ഠ, ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അരുവിപ്പുറത്ത് നടത്തിയ ആ ഒരു പ്രവർത്തനം, ഇതെല്ലാം തന്നെ സംഘടിതമായിട്ടുള്ള ജാതി വ്യവസ്ഥക്കെതിരായി മനുഷ്യനേതായാലും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് തുടങ്ങിയിട്ടുള്ള പ്രചരണ വാക്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം, ഇതെല്ലാം തന്നെ പിന്നീട് നമുക്കറിയാം ദേശീയ പ്രസ്ഥാനത്തിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ്, കർഷക പ്രസ്ഥാനത്തിൽ പങ്ക് വഹിച്ച ആളാണ് വാഗ്ഭടാനന്ദൻ. ആ വാഗ്ഭടാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ 1928 പ്രവർത്തനങ്ങൾ ഇന്ന് ഏറ്റവും വലിയൊരു കമ്പനിയായിട്ട് ഊരാളുങ്കൽ സൊസൈറ്റി ആയിട്ട് ഇന്ന് മാറി എന്ന് പറയുമ്പോൾ ആ നവോത്ഥാന പ്രസ്ഥാനം എങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ സമൂഹമായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെന്ന് പോലും നമുക്ക് പഠിക്കുവാൻ അവസരം നൽകുകയാണ്. അതുപോലെ തന്നെ ബ്രാഹ്മണരുടെ ഇടയിൽ യോഗക്ഷേമ സഭയിലൂടെയാണ് EMS ആദ്യമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. നമ്പൂതിരിമാർക്കിടയിൽ VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അഫൻ്റെ മകൾ തുടങ്ങിയിട്ടുള്ള ഭട്ടതിരിപ്പാടില്ല മറ്റ് കണ്ണീരും കിനാവും എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ അദ്ദേഹം ഇതെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഒരു പശ്ചാത്തലമായിട്ട് ദേശീയതയ്ക്ക് മാറുകയും അവരെല്ലാം തന്നെ ജാതി വ്യവസ്ഥിതിയെ അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിൻ്റെ ചൂഷണത്തെ, ബ്രാഹ്മണ്യത്തിൽ മറക്കുടയിൽ മഹാനരകം തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ മോമെൻറ്റുകൾ ദേശീയ പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ട് ഇവിടെ ഉണ്ടാക്കുകയായിരുന്നു. ഇവരെല്ലാം തന്നെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുകയാണ്. നാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണം, ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള അതെല്ലാമുള്ള സംഭാഷണം, ഇതെല്ലാം തന്നെ വളരെയധികം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് എന്ന് മാത്രം. അതുപോലെ തന്നെ ക്രിസ്തീയ സഭകൾ നമുക്കറിയാം. ചവറയച്ചൻ പള്ളിക്കൂടം വേണമെന്ന്, ഓരോ പള്ളിയിലും പള്ളിക്കൂടം വേണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇസ്ലാമിൽ വന്ന, അതായത് ഖുറാൻ്റെ പേരെഴുതിയിട്ടുള്ള ബ്ലാക്ക് ബോർഡ് മായ്ച്ചാൽ അതിൻ്റെ പൊടി താഴെ വീഴും, അത് അപരിശുദ്ധമാണ് എന്നുള്ള ഇതെല്ലാമുള്ള ആശയങ്ങൾക്കെതിരായിട്ട് അതിലും ഇസ്ലാമിക സമൂഹത്തിലും വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, വിദ്യാഭ്യാസത്തിന് കൊടുത്ത പ്രാധാന്യങ്ങൾ, ഇതെല്ലാം തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷവും കേരളത്തിൽ തുടർന്ന് നിൽക്കുകയാണ്. അതിലൂടെയാണ് കേരളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതിൻ്റെ കാരണം. ഈ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായി പ്രവർത്തിച്ചു. പക്ഷേ അതിൻ്റെ ജാതി ഘടനയിൽ മാത്രമുള്ള NSS സൊസൈറ്റി, നായർ സർവീസ് സൊസൈറ്റി, ഇതിൻ്റെ എല്ലാം അതിൻ്റെ ശുഷ്ക തലങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം തന്നെ ഫലഭൂയിഷ്ടമായ ഒരു പശ്ചാത്തലം ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്ന് മാത്രം ചരിത്രകാരന് പറയാൻ കഴിയും.